ഇന്ന് നമുക്കൊരു കിടിലൻ ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കിയാലോ. പൊട്ടറ്റോ ബോൾസ്. അപ്പോൾ പൊട്ടറ്റോയാണ് ഇതിലെ മെയിൻ താരം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പൊട്ടറ്റോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ പൊട്ടറ്റോയുടെ കൂടെ നമ്മുടെ വീട്ടിലുള്ള ഒരു 4 ചേരുവകളും ചേർത്ത് കഴിഞ്ഞാൽ ഈ കിടിലൻ സ്നാക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പൊട്ടറ്റോ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 പൊട്ടറ്റോയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഇപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ ചേർക്കുന്നത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. പൊട്ടറ്റോ ഒക്കെ നല്ല പോലെ ഉടച്ചെടുക്കണം കേട്ടോ, എന്നാലാണ് നമ്മുടെ സ്നാക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമ്മളിത് ബോൾസിൻ്റെ ഒക്കെ ഷേപ്പിലാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പിലാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ, എന്നാലാണ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരെണ്ണം ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെടുത്ത അളവിൽ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് കോട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ബോളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ, എന്നാലാണ് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ചൂടായ എണ്ണയിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്യണം. ഈ പൊട്ടറ്റോ ബോൾസ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. നമ്മളിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കരിഞ്ഞ് പിടിക്കാതെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. അപ്പോൾ സ്നാക്ക് എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുക കേട്ടോ, എന്നിട്ട് വേണം നമ്മൾ സ്നാക്ക് എണ്ണയിൽ നിന്ന് കോരാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കില്ല. എന്നിട്ടൊരു സ്ട്രൈനറിലോട്ടൊക്കെ മാറ്റിയാൽ മതി. അപ്പോൾ ബാക്കിയുള്ള എണ്ണയൊക്കെ ഒന്ന് വാർന്ന് പോയിക്കോളും. വേണമെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ. മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി സ്നാക്ക് ഉണ്ടാക്കാൻ. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാവുന്ന നല്ല ടേസ്റ്റാണ്. ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബോളാണ് കേട്ടോ പൊട്ടറ്റോ ബോൾ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. കുറഞ്ഞ ചേരുവകളല്ലേ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.